അപ്പോൾ എങ്ങനെയാണ് പിന്നെ പ്രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു? പ്രതീഷ് ഇപ്പൊ എന്താ ചെയ്യുന്ന? പ്രതീഷ് ഞാൻ വർക്ക് ചെയ്യാം. കാക്കനാട് വർക്ക് ചെയ്യുന്നു, ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് തൊട്ടേ ഈ ഒരു ഓൺലൈൻ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ സജീവമായിരുന്നു. ഞാൻ ടിക്ടോക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കുഴപ്പമില്ല, ഒരു 600-700 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ വ്ളോഗിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് മുമ്പ് കുറെ ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേച്ചിയായിട്ട് ചെയ്തപ്പോഴാണ് കുറച്ച് വൈറലായി, ജനങ്ങൾ അറിയാൻ. ചേച്ചി ഒരു വൈറൽ മെറ്റീരിയൽ അല്ലേ? അതെ, കാര്യത്തില്. കാരണം ചേച്ചി ചെയ്ത മിക്ക ആൾക്കാരും ഓൾമോസ്റ്റ് എയറിലായിട്ടുണ്ട്, പിന്നെയാണ് വൈറലാവുന്നത്. അതെ അതെ അതെ. ആദ്യം എയറിലായിരുന്നോ? ഇല്ല, എനിക്ക് എയറിൽ ആയിട്ടില്ല, എന്താന്ന് അറിയില്ല. ഇപ്പൊ ലാസ്റ്റത്തെ ഒരു വർക്ക് പിന്നെയാണ് ഇതായത്. അത് അലൻ വന്നതിന് ശേഷം കുറച്ചൊരു ട്രോള് വന്നു. അലൻ ജോസ് പിടിച്ച് 2 കറക്കൊക്കെ കറക്കിയപ്പോ. അലൻ ജോസ് എങ്ങനെയുണ്ട്? ആള് പാവാണ്, കുട്ടിത്തമാണ് ആൾക്ക്. ഞാൻ കണ്ടത് വെച്ച് പാവ ഒരു മനുഷ്യനാണ്. പാവ അതിന് എന്തെങ്കിലുമൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. തെറിയൊക്കെ പറയുന്നൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് വിഷമമായി. ചേച്ചി എന്ന് വിളിച്ചിട്ട് ഇന്നലെ സുധിച്ചേട്ടൻ ആണ്ടിനും വന്നായിരുന്നു. 24 വയസ്സുള്ള ആൾക്ക് പാവമുണ്ട്. അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടൻ്റെ ആണ്ടായിരുന്നല്ലേ ഇന്നലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും, ഞാൻ ഒരിടത്ത് ഒരു ചെറിയൊരു കമൻ്റായി കണ്ടതാണ്. അന്ന് തന്നെയായിരുന്നു നിങ്ങളുടെ 2ാമത്തെ ആൽബത്തിൻ്റെ അനൗൺസ്മെൻറ്റും കഴിഞ്ഞ ദിവസം തന്നെയാണ് നടത്തിയത്. അതൊരു ശരിയായ ഒരു നിലപാടായിരുന്നു. അതായത് സ്വാഭാവികമായിട്ടും സുധിച്ചേട്ടന്റെ 2ാം ചരമവാർഷികം അന്ന് എല്ലാവരെയും എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തിയത് രേണു ചേച്ചി തന്നെ. വിളിച്ചു വരുത്തിയിട്ടില്ല. അന്ന് ഞങ്ങൾ ഏത് ആൽബം ചെയ്താലും അവർക്ക് അല്ല, ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു നിങ്ങള് എന്താ ഞങ്ങളുടെ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്നത് പ്രമോഷന്റെ കാര്യത്തിന് ഇവര് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പൊ അന്ന് എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ 5-ാം തീയതി അപ്പൊ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അവര് തന്നെയാണ് ഈ സമയത്ത് നിൽക്കുന്നത് ഹീൽസിൽ. അല്ല, ഞാൻ അപ്പോഴും ചോദിക്കുന്നത് എങ്കിൽ പോലും ഒരു സ്വാഭാവികമായിട്ടൊരു എന്താ പറയാ വേദന നിറഞ്ഞ ഒരു ദിവസമാണല്ലോ. എന്താണെങ്കിലും ആ ഡേറ്റ് എന്ന് പറയുന്നത് രേണുസുധിക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്തൊരു ഡേറ്റ് ആണ്. ആ ഡേറ്റിൽ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ അടുത്ത് സങ്കടപ്പെടുത്തുന്ന സമയമല്ലേ? ഞാൻ പറയട്ടെ, സുധിച്ചേട്ടൻ എന്തായാലും മരിച്ചു. സുധിച്ചേട്ടൻ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണ് ആ ഒരു ദിവസം. പിന്നെ നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി നമ്മൾ ആ ദിവസം ആയിരുന്നോ അത് ചെയ്യേണ്ടതാണ് എന്റെ ചോദ്യം. ഇന്ന് ചെയ്താൽ പോലും അത് തെറ്റില്ല. എനിക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് തെറ്റായിട്ട്? കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സുധിച്ചേട്ടൻ ഇഷ്ടമാണ്. പക്ഷെ ആ ദിവസം തന്നെ ചെയ്യണമായിരുന്നു എന്നാണ് ചോദ്യം. അത് നിങ്ങളുടെ ചോദ്യം. എനിക്കത് വിഷയമൊന്നുമല്ല. ഞാനത് അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല. എനിക്ക് എന്റെ പേഴ്സണലി കാണുന്നില്ല. എനിക്ക് അത് അത്ര വൃത്തികേടൊന്നും അല്ല നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി പറയുന്നത്. അല്ല, അതാണ് ആ ദിവസം. അതാണ് പ്രശ്നം. ഇപ്പൊ നിലവിൽ ഇതാണല്ലോ, ആൾ ആ ഡേറ്റിനാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ആ ഡേറ്റിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.